നമസ്കാരം. ചതുരംഗം 5-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. പരീക്ഷയുടെ ചോദ്യങ്ങൾ ചോർത്തുന്നത് തടഞ്ഞുകൊണ്ട് കുട്ടികളുടെ പഠന നിലവാരവും ഗ്രേഡും ഉയർത്താൻ സാധിക്കുന്ന ചില നിർദ്ദേശങ്ങളാണ് ഇന്നത്തെ ചിന്താവിഷയം. അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പിനും ഒരിക്കൽ കൂടി സ്വാഗതം. പരീക്ഷയുടെ തലേ ദിവസം ചോദ്യങ്ങൾ ചോർന്നു കിട്ടിയ കുട്ടികൾക്ക് ഗുണമുണ്ടായി. ചോർത്തി കൊടുത്തവർക്കും അത് വാങ്ങി വിതരണം ചെയ്തവർക്കും ലാഭമുണ്ടാകും. കഴിഞ്ഞ വർഷവും ഇങ്ങനെ ചോദ്യം ചോർന്നതിനെക്കുറിച്ച് വാർത്തയുണ്ടായിരുന്നു. പക്ഷെ ചോർച്ച അടയ്ക്കാനുള്ള ഒരു നടപടിയും ഉണ്ടായില്ല. വാർത്തയാകാത്ത ചോർത്തലുകൾ വേറെയും സംഭവിച്ചിട്ടുണ്ടാകും. ഇതൊക്കെ ഇനിയും തുടരും. തടയാനുള്ള ശേഷി വിദ്യാഭ്യാസ വകുപ്പിനില്ല. കാരണം കള്ളന്മാർ കപ്പലിൽ തന്നെയാണ്. അതുകൊണ്ട് ഓരോ വർഷവും ഇത്തരം വാർത്തകൾ ഉയരുമ്പോൾ കർശന നടപടി സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിക്കാം. അതിൽ കൂടുതലൊന്നും നടക്കില്ല. അത് പ്രഖ്യാപിക്കുന്നവർക്കും ചോദ്യം ചോർത്തുന്നവർക്കും അറിയാം. എന്തുകൊണ്ടാണ് ചോദ്യം ചോർത്തലും വാങ്ങലും വിൽപ്പനയുമൊക്കെ നടക്കുന്നത്? പഠനം ശരിയായി നടത്തുന്നില്ല. അതല്ലേ കാരണം? പഠിക്കാത്തവർ പരീക്ഷയുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും വാങ്ങി മികച്ച വിജയം നേടുന്നതും പരീക്ഷയ്ക്ക് കോപ്പിയടിക്കുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം? ചോദ്യം ചോരുന്നതുകൊണ്ട് കാശുള്ളവർക്ക് മാത്രമേ ഗുണമുണ്ടാകൂ. കഷ്ടപ്പെട്ട് പഠിച്ച് മാർക്ക് വാങ്ങുന്ന കുട്ടികളെ ചോദ്യം ചോർന്നു കിട്ടിയ കുട്ടികൾ പിന്നിലാക്കും. അത് കഷ്ടമല്ലേ? ചോദ്യച്ചോർച്ച തടയാൻ സംവിധാനമില്ലാത്ത സാഹചര്യത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യം സർക്കാർ തന്നെ എല്ലാവർക്കും ചോദ്യങ്ങൾ ചോർത്തി കൊടുക്കുകയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല. എല്ലാവർക്കും ഗുണം കിട്ടുകയും ചെയ്യും. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഓണത്തിനും ക്രിസ്തുമസിനും വർഷാവസാനത്തിലും നടത്തുന്ന പരീക്ഷകളുടെ എല്ലാ വിഷയത്തിൻ്റെയും ചോദ്യങ്ങൾ 10 ദിവസം മുമ്പ് വിക്ടേഴ്സ് ചാനൽ വഴി കുട്ടികളിൽ എത്തിക്കുക. 1 മുതൽ 12-ാം ക്ലാസ് വരെയുള്ള എല്ലാ വിഷയങ്ങളുടെയും ചോദ്യങ്ങൾ ഇങ്ങനെ നൽകണം. പരീക്ഷയുടെ ചോദ്യക്കടലാസിൽ ഇല്ലാത്ത കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ കൂടെ കൊടുക്കാം. ഇങ്ങനെ ചെയ്താൽ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പഠനം എളുപ്പമാകും. എല്ലാ വിഷയങ്ങൾക്കും എഴുത്ത് പരീക്ഷയിൽ നിശ്ചിത ശതമാനം മാർക്ക് കിട്ടിയവർക്ക് മാത്രമേ ക്ലാസ് കയറ്റത്തിന് അർഹതയുള്ളൂ എന്നുകൂടി പ്രഖ്യാപിക്കണം. ഇങ്ങനെ ചെയ്താൽ പഠിച്ച പാഠഭാഗത്തു നിന്ന് 10 ദിവസം കൊണ്ട് പരീക്ഷയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പഠിക്കാൻ കുട്ടികൾക്ക് സമയം കിട്ടും. ഓൾ പ്രൊമോഷൻ മുതൽ 90-99% വരെ മാർക്ക് നൽകി വിജയിപ്പിക്കുന്ന രീതി മാറ്റിയാൽ തന്നെ കുട്ടികൾക്ക് പഠനം ആവശ്യമാണെന്ന ധാരണയുണ്ടാവും. നിലവിൽ കുട്ടികൾ ജയിക്കുന്നതും ഉയർന്ന ഗ്രേഡ് നേടുന്നതിനും 3 കാരണമുണ്ട്. ഒന്നാമത്തേത് നിരന്തര മൂല്യനിർണ്ണയത്തിന് അർഹതയില്ലാതെ കിട്ടുന്ന ഉയർന്ന മാർക്കാണ്. നന്നായി പഠിക്കാത്തവർക്ക് പോലും 90 മുതൽ 100% വരെ സ്കോറിങ്ങിന് കിട്ടും. രണ്ടാമത്തെ കാരണം പ്രവൃത്തി പരിചയമേള, ഗണിതശാസ്ത്രമേള, കായികമേള, ശാസ്ത്രമേള, സാമൂഹ്യശാസ്ത്രമേള തുടങ്ങിയ ഉത്സവങ്ങളിൽ നിന്ന് കിട്ടുന്ന ഗ്രേസ് മാർക്കിന്റെ പിൻബലമാണ്. 10-ാം ക്ലാസ്സിലെയും 12+2-ലെയും പരീക്ഷകളിൽ വിവിധ വിഷയങ്ങളിൽ ഗ്രേഡ് ഉയർത്താൻ ഈ ഗ്രേസ് മാർക്ക് സഹായിക്കുന്നുണ്ട്. മൂന്നാമത്തെ കാരണം മൂല്യനിർണ്ണയത്തിന് സ്വീകരിക്കുന്ന ഉദാരമായ സമീപനമാണ്. ഇതെല്ലാം കൂടി ആകുമ്പോൾ വിജയശതമാനം വാനോളം ഉയരും. പൊതുപരീക്ഷയുടെ വിജയശതമാനം ഉയരുന്നതിൻ്റെ രഹസ്യവും മറ്റൊന്നല്ല. എന്നാൽ ഇതൊന്നും കൂടാതെ പഠിച്ച് ഉന്നത വിജയം നേടുന്ന അനേകം കുട്ടികളുണ്ട്. അവരുടെ മികവിനെ പോലും പിന്നിലാക്കാൻ ഗ്രേസ് മാർക്കിനും മറ്റും സാധിക്കും. പൊതുപരീക്ഷയുടെ ഗ്രേഡ് മാത്രം മതി മുന്നിലെത്തിയവരെ പിന്നിലാക്കാനും പിന്നിലുള്ളവരെ മുന്നിലെത്തിക്കാനും. ഗ്രേഡിന് പകരം മാർക്കാണ് പൊതുപരീക്ഷയ്ക്ക് നൽകുന്നതെങ്കിൽ ഉപരിപഠനത്തിന് അർഹതയുള്ള പല കുട്ടികൾക്കും നീതി ലഭിക്കും. അതുകൊണ്ട് സർട്ടിഫിക്കറ്റിൽ ഗ്രേഡിനൊപ്പം മാർക്ക് കൂടി കൊടുക്കുക തന്നെ വേണം. പൊതുപരീക്ഷയിലെ മാർക്കിൽ 1, 2, 3 സ്ഥാനത്തെത്തുന്നവർ തമ്മിലുള്ള അന്തരം വളരെ കുറവായതിനാൽ ആ വേർതിരിവ് ഒഴിവാക്കുകയായിരുന്നു ഗ്രേഡിംഗ് രീതി ആവിഷ്കരിച്ചതിൻ്റെ പ്രധാന കാരണം.
എന്നാൽ ഇപ്പോൾ 1, 2, 3 സ്ഥാനക്കാരെ പിന്നിലാക്കി 4, 5, 6, 7, 8, 9 സ്ഥാനക്കാർക്ക് വരെ ഒന്നാമതെത്താൻ ഗ്രേഡ് കൊണ്ട് സാധിക്കും എന്നായിരിക്കുന്നു. ഇതുപോലെയുള്ള പരിഷ്കാരങ്ങൾ കൊണ്ട് പഠന നിലവാരത്തിലുണ്ടാകുന്ന തകർച്ച ആരും ശ്രദ്ധിക്കുന്നു പോലുമില്ല. ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് പൊതുവിദ്യാലയത്തിലെ കൊഴിഞ്ഞുപോക്കിന് വേഗത കൂടുന്നത്. അതിന് പരിഹാരം കാണുന്നില്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാവിയും അധ്യാപകരുടെ നിലനിൽപ്പും ശോഭനമായി തുടരുമെന്ന് കരുതുക വയ്യ. ഇവിടെ സൂചിപ്പിച്ചതുപോലെയുള്ള പൊടിക്കൈ കൊണ്ടൊന്നും പൊതുവിദ്യാഭ്യാസം നേരിടുന്ന വെല്ലുവിളികളെ തടഞ്ഞു നിർത്താനാവില്ലെന്നറിയാം. അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും വേണം. ചോദ്യപേപ്പർ ചോർച്ച പോലുള്ള ചെറിയ കാര്യങ്ങൾ പോലും തടയാനാകാത്തവർ പൊതുവിദ്യാഭ്യാസത്തിന്റെ നിലവാര തകർച്ചയെ എങ്ങനെ നേരിടും? അതുകൊണ്ട് സർക്കാരിന് ഇപ്പോൾ ചെയ്യാവുന്ന നല്ല കാര്യം പരീക്ഷകളുടെ എല്ലാം ചോദ്യങ്ങൾ എല്ലാ കുട്ടികൾക്കും മുൻകൂട്ടി നൽകുകയാണ്. അതുകൊണ്ട് പഠന നിലവാരം ഉയരുകയും ചോദ്യപേപ്പർ ചോർച്ച അവസാനിക്കുകയും കുട്ടികൾക്ക് തുല്യനീതി കിട്ടുകയും ചെയ്യും എന്ന ഉറച്ച വിശ്വാസത്തോടെ ഇന്നത്തെ വചനങ്ങൾ നിർത്തുന്നു. പ്രതികരണം പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി എല്ലാവർക്കും.